കോഴിക്കോട്ട് GM-UP സ്കൂൾ പുതിയങ്ങാടിയിലെ അധ്യാപകരെ തടഞ്ഞ സമരാനുകൂലികൾ. സ്കൂളിന്റെ ഗേറ്റിൽ CITU പ്രവർത്തകർ കൊടികുത്തി ഉപരോധിക്കുകയാണ്. സിനോജ് തോമസ് വിവരങ്ങളുമായി പയ്യാങ്കളിയിലേക്ക് നീങ്ങിയിരിക്കുന്നു. സിനോജിന്റെ വിവരങ്ങളുമായി സിനോജ് തോമസ്. ഇപ്പോൾ അധ്യാപകരെ CITU തടയുന്നു. അതൊരു കയ്യേറ്റത്തിലേക്ക് പോവുകയാണല്ലോ. PTA ഭാരവാഹികളും നാട്ടുകാരും ഇവിടെ ഉണ്ടായിരുന്നു. അധ്യാപകർക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയും സ്കൂൾ തുറക്കാൻ വേണ്ടിയുമാണ് അവരെത്തിയത്. പക്ഷേ ഈ സമരം ചെയ്യുന്നത് ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ്. ആ നാട്ടുകാരും ഒപ്പം തന്നെ സമരം ചെയ്യുന്ന ആളുകളും തമ്മിലുള്ള വാക്കേറ്റമാണ് നടക്കുന്നത്. പോലീസ് ഇടപെട്ട് ശാന്തമാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. രാവിലെ കുറച്ച് കുട്ടികളും കുറച്ച് അധ്യാപകരും, അത് KPSTയുടെ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടന വീണ്ടും ബഹളം ഉന്തും തള്ളുമുണ്ടാകുന്ന ഒരാൾ നിലത്ത് വീണിട്ടുണ്ട്. പോലീസ് അവരെ ശാന്തരാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. നാട്ടുകാരും സമരക്കാരും തമ്മിലാണ് ഈ പ്രതിഷേധവും ബഹളവും ഉന്തും തള്ളും നടക്കുന്നത്. രാവിലെ തന്നെ അധ്യാപകരും കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടന ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല. കൊണ്ട് ആ അധ്യാപക സംഘടനയുടെ അധ്യാപകർ കുറച്ച് കുട്ടികളും സ്കൂളിലെത്തിയിരുന്നു. അവർ സ്കൂളിൽ പ്രവേശിച്ച സമയത്താണ് CITU കൊടിയുമായി ഇവിടേക്ക് വരുന്നത്. രണ്ട് ഗേറ്റുകൾ അടച്ചു. അധ്യാപകരൊക്കെ തന്നെ പുറത്തേക്ക്. സംഘർഷത്തിന്റെ സാഹചര്യമാണ്. പുതിയങ്ങാടി സ്കൂൾ ഗേറ്റ് മുന്നിൽ CITU കൊടി കുത്തിയിരിക്കുകയാണ്. സിനോജ്, അധ്യാപകർ അവിടെ നിൽക്കുകയാണോ? ഇപ്പോൾ മുഴുവൻ അധ്യാപകരും സ്കൂളിൽ കയറണമെന്ന നിലപാടിലാണോ? പോലീസുണ്ട്. പോലീസിന് പക്ഷേ ഇവരെ തടയാൻ കഴിയുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, പോലീസുകാരുടെ എണ്ണം കുറവാണ്. അതായത് ഇത് സംഘർഷത്തിലേക്ക് പോകാൻ കാരണം CITUക്കാർ ഗേറ്റ് പൂട്ടി കൊടികുത്തി മുദ്രാവാക്യം വിളിച്ചു. ആ സമയത്തൊക്കെ തന്നെ അധ്യാപകർ, ഈ ജോലിക്കെത്തിയ അധ്യാപകർ തന്നെ തൊട്ടടുത്ത കടവരാന്തയിൽ നിൽക്കുകയായിരുന്നു. അവർ മാധ്യമങ്ങളോട് സംസാരിച്ചു. ആ ഘട്ടത്തിൽ സമരക്കാർ ഇവിടേക്ക് വന്നിട്ട് പറഞ്ഞു, ബാക്കി എല്ലാ സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഈ സ്കൂൾ മാത്രം തുറന്ന് പ്രവർത്തിക്കുന്നു? കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയുടെ അധ്യാപകർ മാത്രമാണ് ഇവിടേക്ക് വന്നത്. ലീഗിന്റെ ST ഉൾപ്പെടെ ആളുകൾ ഈ സമരത്തിന് പിന്തുണയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാക്ക് തർക്കത്തിലേക്ക് പോയി. ആ ഘട്ടത്തിൽ PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ഇവിടെ എത്തി ഈ സമരക്കാരുമായി വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. PTA പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു ഫാക്ടറി ഉണ്ട്, ആ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ മാത്രം പൂട്ടിക്കാൻ വേണ്ടി നിങ്ങൾ വരുന്നത്? ട്രേഡ് യൂണിയന്റെ സമരത്തിന് എന്തിന് സ്കൂൾ പൂട്ടിക്കണം? നമ്മളൊക്കെ തന്നെ നാട്ടുകാരല്ല, നമ്മൾ എന്തിനു വഴക്കിടണം തുടങ്ങിയ ആ ഒരു ചർച്ചയാണ് ഈ ഉന്തും തള്ളിലേക്ക് തന്നെ പോയിരിക്കുന്നത്. അതിൽ അധ്യാപകർ തർക്കത്തിലേക്ക് നേരിട്ട് ഇറങ്ങിയിട്ടില്ല. അധ്യാപകർ കടവരാന്തയിൽ തന്നെ ഇപ്പോൾ മാറി നിൽപ്പുണ്ട്. പ്രധാന അധ്യാപകർ ഉൾപ്പെടെയുള്ള ടീച്ചേഴ്സ് ഇവിടെയുണ്ട്. കുട്ടികളൊക്കെ തന്നെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഇപ്പോൾ വീണ്ടും ഉന്തും തള്ളും പ്രശ്നമുണ്ടാകുന്നു. ഇവർ നാട്ടുകാർ തന്നെയാണ്. ഇവിടെയുള്ള തൊഴിലാളികളുണ്ട്, ഒപ്പം തന്നെ PTA പ്രസിഡന്റും ഭാരവാഹികളും രണ്ട് വശത്തു നിന്നുകൊണ്ടാണ് ഉന്തും തള്ളും ഉണ്ടാകുന്നത്. സ്കൂളിന്റെ ഒരു പ്രധാന ഗേറ്റും ഒരു ചെറിയ ഗേറ്റുമുണ്ട്. രണ്ട് ഗേറ്റും CITU കൊടികുത്തി അടച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ തന്നെ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ചേട്ടാ, എന്തുകൊണ്ടാണ് നമ്മൾ ഇത് സ്കൂളാണല്ലോ, അത് കുട്ടികളാരും നാട്ടുകാരാണ്. ഞാൻ സ്കൂളിൽ ഈ കുട്ടികളാരും വന്നിട്ടില്ല. ഇന്ന് അഖിലേന്ത്യാ പണിമുടക്കൂടെ നടക്കുകയാണ്. ഈ ഒരു അധ്യാപകന്റെ വാശിയാണ് ഈ വിഷയം ഉണ്ടായത്. മറ്റുള്ള സ്കൂളുകളൊന്നും ഇവിടെ തുറന്നിട്ടില്ല. ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇതുവരെ സ്കൂൾ പൂട്ടിയിട്ടില്ല. കഴിഞ്ഞ വർഷം പൂട്ടിയിട്ടുണ്ട്. അയാളത് വളരെ മോശമായിട്ട് വരാം. അയാളൊരു കോൺഗ്രസ് അനുകൂല ചാനലിന്റെ ആളായതുകൊണ്ട്, അധ്യാപക സംഘടന ആളായതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം പണി. സമരം നടത്തുന്നത് നിങ്ങൾ നാട്ടുകാർ, CITUക്കാര്, ഇവിടെയുള്ള PTA-കാരൻ നാട്ടുകാരനാണ്. അവർ PTA ആളുകളും SU പെടുന്ന, ലീഗിൽ പെടുന്ന, SU സംഘടന പെടുന്ന ആളുകളാണ്. അവരെ സംഘടിപ്പിച്ചുകൊണ്ട് അയാൾ ഇപ്പൊ ഒരു PTA കമ്മിറ്റി എന്തായാലും ഉണ്ടാവുമല്ലോ, അവരാണ് ഇപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. PTA കമ്മിറ്റി സംഘർഷം ഉണ്ടായത് നിങ്ങൾ നാട്ടുകാർ തമ്മിലാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇവിടെ സംഘർഷം ഉണ്ടാക്കണം, മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പ്രധാന അധ്യാപകൻ ചെയ്ത പണിയാണിത്. അയാളുടെ രാഷ്ട്രീയം
അയാളുടെ രാഷ്ട്രീയ സമീപനം ഇവിടെ നടപ്പിലാക്കണം എന്നുള്ള ലക്ഷ്യം കൊണ്ടാണ്. അതാണ് അത് ഷംസീർ വന്നപ്പോഴേക്കും അയാൾ അരമണിക്കൂർ സംസാരിച്ച് ഷംസീർ അടക്കം പറഞ്ഞിട്ടുണ്ട് ഇയാളെ പ്രവൃത്തി ശരിയല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അയാൾ ചെയ്ത പ്രവർത്തനത്തിന് എതിരാണ് നമ്മൾ ദേശീയ പണിമുടക്ക് നടക്കുമ്പോൾ എല്ലാവരും സഹകരിക്കുക. അല്ലാതെ നമ്മൾ അക്രമവാദമായിരിക്കില്ല. അവർ PTN ആളുകളാണല്ലോ ഇപ്പം ഈ അക്രമവാദം ഉണ്ടാക്കുന്നത്. നമുക്ക് അക്രമവാദമില്ല. നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു സാറേ സ്കൂൾ തുറക്കാൻ വിടത്തെ സ്കൂൾ തുറക്കണ്ട, ആരോട് സ്കൂളോട് തുറക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സ്കൂൾ തുറക്കണ തന്നെ എല്ലാ സ്കൂളുകളും തുറന്നെടുക്കില്ല. കോഴിക്കോട് ജില്ലയിൽ മൊത്തം സ്കൂളുകൾ തുറന്നിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാ സ്കൂളുകളും തുറക്കുകയാണെങ്കിൽ ഈ സ്കൂളും തുറക്കുന്നതിന് നമുക്ക് എതിർപ്പില്ല. അത്രേ പറയാനുള്ളൂ. ഇത് സമരത്തിന്റെ ആളാണ്, CAT-ന്റെ ആളാണ് സംസാരിച്ചത്. ഇവരൊക്കെ തന്നെ നാട്ടുകാരാണ്. അധ്യാപകന്റെ പിടിവാശിയാണ് പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നു. ഓക്കെ, എടുത്തു, CAT-ന്റെ എടുത്തു. നമുക്കിനി പ്രധാന അധ്യാപകന്റെ പ്രതികരണം കൂടെ തേടാം. അദ്ദേഹം ഈ വശത്ത് നിൽപ്പുണ്ട്. പ്രധാന അധ്യാപന നിലപാടാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറയുന്നു. നമുക്ക് പ്രധാന അധ്യാപകനോട് തന്നെ ചോദിക്കാം. സാറേ, ഇവര് നിങ്ങളുടെ നിലപാട് എന്താ? തിരിച്ചു പോകുന്നുണ്ടോ? ഇവിടെ തിരിച്ചു പോവാം. അവിടുന്ന് ഓഫീസിൽ അറിയിച്ചോ? വിദ്യാഭ്യാസത്തിൽ അറിയിച്ചിട്ടുണ്ട്. മടങ്ങിപ്പോക്കോളാം. ഓ ഞങ്ങൾ പോവാം. ഓ നേരത്തെ സംഘർഷമില്ല, ഇപ്പോഴാണ് സംഘർഷം. CAT-കാർ പറഞ്ഞത് കുട്ടികളൊന്നും വന്നിട്ടില്ലായിരുന്നു. വന്നിട്ടുണ്ട്, കുട്ടികൾ വന്ന് തിരിച്ചു പോയതാണ്. ഇല്ല, ഇവർ ക്ലോസ് ചെയ്ത ഏരിയയാണ് ഞാൻ. അധ്യാപകരുടെ കുറച്ചാളുകൾ ഇതപ്പോൾ 15 ആൾ കുട്ടികളെ പുറത്താക്കിയതാരാ? അവർ വന്നവർ തന്നെ. ഗേറ്റ് അടച്ചതാരാ? ഗേറ്റ് അടച്ചതും വന്നവർ സമരക്കാർ. അപ്പോൾ നിലവിലിപ്പോൾ ഭീഷണിയില്ല. കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു ഇവിടുന്ന് ഓരോന്ന്. PTA-യുടെ പിന്തുണയുണ്ടോ? PTA-യുടെ പിന്തുണയുണ്ട്. ഈ സമരത്തിന് ഏതെങ്കിലും കാലത്ത് സ്കൂൾ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു? ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. എത്ര വർഷം ഇവിടെ ജോലി ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ 6 വർഷം ഹെഡ് മാഷായിട്ട്, അതിന് മുന്നേ 15 വർഷം ഞാൻ ഇവിടെ അധ്യാപകനായിട്ട് ജോലി ചെയ്ത ആളാണ്. ഈ 15 വർഷത്തിനിടെ പൂട്ടിയിട്ടില്ല. പക്ഷെ അവർ പറയുന്നത് കഴിഞ്ഞ വർഷം പൂട്ടിയെന്നാണ്. ഇന്നേ വരെ പൂട്ടിയില്ല. അല്ല, ഇന്നേ വരെ അങ്ങനെ പൂട്ടുന്നൊരു വിഷയം വന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തില്ല. പോലീസ് സംരക്ഷണം തന്നിരുന്നു. ഇപ്പോൾ ആ സമയത്ത് പോലീസ് ഇല്ലല്ലോ, നമ്മളറിയില്ലല്ലോ. ഈ സ്കൂളിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. KPST-യുടെ ഭാരവാഹി കൂടിയാണ്. സമരത്തിന് പിന്തുണ ഇല്ലാത്തതുകൊണ്ടാണ് വന്നത്. സമരത്തിന് പിന്തുണ ഇല്ലാത്തതുകൊണ്ട് കൂടിയാണ് വന്നത്. അതുകൂടിയാണ്. പിന്തുണ കൊടുക്കുന്നില്ല. ഇല്ല, നമ്മളില്ല. നമ്മൾ ഈ സമരത്തിലില്ല. ഈ വന്ന അധ്യാപകരൊക്കെ തന്നെ KPST-യുടെ ഭാരവാഹി. എല്ലാ സംഘടനക്കാരും. ഇദ്ദേഹം പ്രധാന അധ്യാപകനാണ്, KPST-യുടെ ഭാരവാഹി കൂടിയാണ്. ഇവരൊക്കെ തന്നെ അധ്യാപകരാണ്. ടീച്ചറെ, കുട്ടികളുണ്ടായിരുന്നോ? കുട്ടികളുണ്ടായിരുന്നു, വന്നു പോയതാ. എത്ര കുട്ടികളുണ്ടായിരുന്നു? 15 കുട്ടികൾ വന്നു. വരുമ്പോഴേക്കേ അവർ പറഞ്ഞു വിട്ടു. സമരക്കാരാണോ പറഞ്ഞു വിട്ടത്? പറഞ്ഞു. നിങ്ങളോടും പുറത്തിറങ്ങാൻ പറഞ്ഞു? ഇവര് കയറിയ ആളുകളോട് പുറത്തിറങ്ങാൻ പറഞ്ഞു. ഏതായാലും അധ്യാപകരായി കടവരാതെ നിൽക്കുന്നു. അവരോട് DD ഓഫീസിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് മടങ്ങി പൊക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രശ്നം ഉണ്ടായതോടുകൂടി തന്നെ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്ന് അധ്യാപകരോട് മടങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നാട്ടുകാരും ഒപ്പം തന്നെ CAT-കാരും തമ്മിലാണ് പ്രശ്നമുണ്ടായത്. CAT-കാർ ഇവിടെയുണ്ട്. നിങ്ങൾ മടങ്ങും? ഞങ്ങൾ തിരിച്ചു പോകും. ഓഫീസിൽ നിന്ന് പറഞ്ഞു? ഓഫീസിൽ നിന്ന് അറിയിച്ചോ? പോയിക്കോളാൻ പറഞ്ഞു. പോയിക്കോളാൻ പറഞ്ഞു. ഈ വന്ന അധ്യാപകർ ഒപ്പിടാൻ പറ്റും? അത് അവർ പറയണം. ടീച്ചേഴ്സിന് ഒപ്പിടാൻ പറ്റുമോ? ഒപ്പിടാൻ ഞങ്ങൾ പുറത്തുനിന്ന് ഒരു കടലാസിൽ ഒപ്പിട്ട് അവിടുന്ന് ഒപ്പിടാൻ കഴിഞ്ഞില്ല. കയറാൻ പറ്റും? കയറാൻ പറ്റില്ല. ഞാൻ 16 വർഷമായി ഇവിടെ. പക്ഷേ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ്. എല്ലാ സമരത്തിനും ഞാൻ എന്ത് ചെയ്യാറുണ്ട്? വരാറുണ്ട്. കുട്ടികൾ വരാറുണ്ട്, ക്ലാസ് എടുക്കാറുണ്ട്, ഉച്ചയ്ക്ക് വിടാറുണ്ട്. അധ്യാപകരാണ് പറയുന്നത്. 16 വർഷമായിട്ട് ജോലി ചെയ്യുന്ന അധ്യാപകരുണ്ട്. അവർ പറയുന്നത് ഇതുവരെ ഇങ്ങനെ പൂട്ടേണ്ടി വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാഹചര്യമെന്ന് പറയുന്നു. ഏതായാലും രംഗം ശാന്തമാക്കാൻ വേണ്ടി തന്നെ ഒരു വിഭാഗം നാട്ടുകാർ തന്നെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അധ്യാപകർ ഏതായാലും ഇവിടെ നിന്ന് മടങ്ങി പോകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി സ്കൂൾ തുറക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഇല്ല. കുട്ടികളൊക്കെ തന്നെ മടങ്ങിപ്പോയിട്ടുണ്ട്. കുട്ടികൾ വന്നിരുന്നുവെന്ന് പ്രധാന അധ്യാപകർ ഉൾപ്പെടെയുള്ള അധ്യാപകർ പറയുന്നു. എല്ലാ സംഘടനയിലും അധ്യാപകരുണ്ടെന്ന് പ്രധാന അധ്യാപകൻ പറയുന്നു. ഏതായാലും വനിതാ ടീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരൊക്കെ തന്നെ മടങ്ങി പോകുന്നെന്ന് പറയുന്നു. നാട്ടുകാരായ CAT പ്രവർത്തകരാണ് വന്ന് ഈ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ PTA-യുടെ പിന്തുണ അധ്യാപകർക്കാണ്. PTA ഭാരവാഹികൾ എന്ന് പറയുന്നതും അവരും എല്ലാ സംഘടനപ്പെട്ട ആളുകളുണ്ട്. അവരും ഈ നാട്ടുകാരായിട്ട് വാക്കുതർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയി. അതാണ് ഈ സംഘർഷത്തിന് കാരണമായിരിക്കുന്നത്. ഏതായാലും പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കുന്നു. അധ്യാപകർ പറഞ്ഞു ഞങ്ങൾ മടങ്ങി പോവുകയാണ്, ഇനി സ്കൂൾ തുറക്കുന്നില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി രംഗം ശാന്തമാകുമെന്ന് കരുതുന്നു. ഏതായാലും നാട്ടുകാർ ഒരു ഭാഗത്ത് നിൽക്കുന്നു, പ്രതിഷേധക്കാർ മറുഭാഗത്ത് നിൽക്കുന്നു. PTA-ന്റെ ഭാരവാഹികളുണ്ട്, അധ്യാപകരുണ്ട്. വീണ്ടും ചെറിയ തോതിലുള്ള വാക്കുതർക്കം തന്നെ ഉണ്ടാകുന്നു. നാട്ടുകാർ തന്നെ ഇടപെട്ട്
വീട്ടിലാണ് ഒരു സ്കൂളിൽ കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അതും CITക്കാർ വന്ന് സ്കൂളിന്റെ ഗേറ്റ് പൂട്ടുന്നു, അവിടെ കൊടി സ്ഥാപിക്കുന്നു, കുട്ടികളോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുന്നു, അധ്യാപകരെ പുറത്താക്കുന്നു, ഗേറ്റ് രണ്ടും പൂട്ടുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. വിദ്യാർത്ഥികളെ കാണാൻ സാധിക്കുന്നുണ്ടോ? കുട്ടികളെല്ലാം വീട്ടിൽ പോയി എന്നാണ് അധ്യാപകർ പറഞ്ഞിരിക്കുന്നത്. രാവിലെ സ്കൂളിലേക്ക് വന്ന കുട്ടികളൊക്കെ തന്നെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. കുറച്ച് കുട്ടികൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഈ കുട്ടികളൊക്കെ തന്നെ ഇവിടെ പഠിക്കുന്നവരാണോ എന്ന് അറിയത്തില്ല. മക്കൾ ഇവിടെ പഠിക്കുന്ന ഇവിടെ ഉണ്ടോ? ഇല്ല, ഇവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ പോയി. പ്രധാന അധ്യാപകൻ പറയുന്നത് ആരും വന്നിട്ടില്ല, മക്കൾ വന്നിട്ടില്ല എന്ന് പറയുന്നു. അധ്യാപകർ പറയുന്നു വന്നെന്ന് പറയുന്നു. ഏതായാലും ഇപ്പോൾ ഞാൻ കണ്ട കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളല്ല, തൊട്ടടുത്ത സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഏതായാലും പോലീസ് ഇടപെട്ട് ഇപ്പോൾ രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുന്നു. ആളുകളൊക്കെ തന്നെ പറഞ്ഞു വിടുന്നു. അധ്യാപകർ ഇപ്പോൾ ഇതാ സ്കൂളിൽ നിന്ന് മടങ്ങുകയാണ്. അധ്യാപകരൊക്കെ തന്നെ സ്കൂൾ വിട്ട് പോവുകയാണ്. ഏതായാലും DD ഓഫീസിൽ നിന്ന് നിർദ്ദേശം കൊടുത്തു. രംഗം ശാന്തത. ഇതാണ് പ്രധാന അധ്യാപകൻ സുബൈർ ഫൈസ. ഇതാണ് പ്രധാന അധ്യാപകൻ. ഇവിടുന്ന് പോവുകയാണ്. പ്രതിഷേധക്കാർ ഉണ്ട്, അദ്ദേഹത്തെ ആക്രമിക്കാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാലും നാട്ടുകാർ ഇടപെട്ട് അദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റുകയാണ്. പ്രധാന അധ്യാപകൻ KPSTയുടെ ഒരു ഭാരവാഹി കൂടിയാണ് അശോക് കുമാർ. അദ്ദേഹം ആണ് പ്രധാന അധ്യാപകൻ. ഏതായാലും പോലീസ് ഇടപെട്ട് ഒരു വിഭാഗം നാട്ടുകാർ ഇടപെട്ട് അധ്യാപകരെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അധ്യാപകർ സ്കൂളിൽ നിന്ന് മടങ്ങുകയാണ്. അധ്യാപകർ പറയുന്നത് വിദ്യാർത്ഥികൾ വന്നെന്ന് പറയുന്നു. പക്ഷേ ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നു കുട്ടികൾ വന്നിരുന്നില്ല എന്ന് പറയുന്നു. ഏതായാലും സ്കൂൾ അടച്ചിരിക്കുന്നു, പ്രവർത്തനം തടസ്സപ്പെട്ടിരിക്കുന്നു. അധ്യാപകരൊക്കെ തന്നെ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. റെയിൽവേ ഗേറ്റിനടുത്തുള്ള സ്കൂളാണ്. റെയിൽവേ ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. മുന്നിലെ വലിയ സംഘർഷത്തിന്റെ സാഹചര്യമാണ്. പ്രധാനാധ്യാപകൻ മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. സ്കൂൾ നടത്താൻ അനുവദിക്കില്ല എന്ന CITU കടുംപിടുത്തം പിടിക്കുകയായിരുന്നു. അവിടെ ഒരു സംഘർഷത്തിന്റെ സാഹചര്യമാണ് ഇപ്പോൾ ഇത്രയും നേരം നീണ്ടത്. സുനീൽ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.